ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലൊരു ചിക്കൻ കടായി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിത് ഇവിടെ 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ കുറച്ച് വിനീഗർ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവണ രീതി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 1/2 മണിക്കൂർ അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അത് 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി എടുത്ത് അതിൽ നമുക്ക് സൺഫ്ലവർ എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം മസാല ആക്കി വെച്ച ചിക്കൻ നമുക്ക് അതിൽ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം ഫ്രൈ ആയാൽ മതി കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ നമുക്ക് അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞതും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പിൻ്റെ ഇലയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ അതാ നമ്മൾ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മസാലൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഗ്രേവി പോലെ ആക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ആ ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി അതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് നല്ലൊരു കുറുന്നനെ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിത് കൊഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല കുറുന്നനെ ഗ്രേവി ആയിട്ട് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അതാ ഗ്രേവിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, നല്ല കുറുന്നനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇത്ര ഗ്രേവി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ അടക്കം നല്ല ടേസ്റ്റാട്ടോ ഇത്. നിങ്ങളെന്നായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൻ അമർത്തിയാലേ ഉള്ളൂ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.